അങ്ങനെ സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ നിന്നും ഗദ്ദാഫിക്കെതിരെ ശബ്ദങ്ങൾ ഉയർന്നു തുടങ്ങി. 1974 ബംഗാസി സൈനിക കെട്ടിടത്തിന് നേരെ ഒരു ബോംബ് ആക്രമണം നടക്കുന്നു. അതാണ് ഗദ്ദാഫി ഭരണകൂടത്തിനെതിരെ നടന്ന ആദ്യത്തെ സിവിലിയൻ ആക്രമണം. ഗദ്ദാഫി തന്നെ തന്നെ വിശേഷിപ്പിച്ചിരുന്നത് താൻ സമ്പൂർണ്ണ ലാളിത്യത്തിൽ ജീവിക്കുന്ന വിപ്ലവകാരി ആണ് എന്നാണ്. നാസറിന്റെ പ്രവർത്തനങ്ങൾ ഈ ഭൂമിയിൽ തുടരുവാൻ വേണ്ടി ദൈവം നിയോഗിച്ച അവതാര പുരുഷനാണ് താൻ എന്നൊക്കെ ഗദ്ദാഫി അവകാശപ്പെട്ടിരുന്നു. ഒരു നല്ല ഫുട്ബോൾ പ്രേമി കൂടി ആയിരുന്ന ഗദ്ദാഫി കുതിര സവാരി നന്നേ ഇഷ്ടപ്പെട്ടിരുന്നു. പാശ്ചാത്യ ശൈലികളിലുള്ള സ്യൂട്ടുകളൊക്കെ ഒഴിവാക്കി ലിബിയൻ പരമ്പരാഗത വേഷങ്ങൾ ധരിക്കുമ്പോൾ അത് തൻ്റെ ഫാഷൻ ഐക്കോണാണ് എന്ന് ലോകത്തെ പറഞ്ഞ് ധരിപ്പിക്കുവാനും അദ്ദേഹം മറന്നില്ല. സ്വന്തം സുരക്ഷയിലും ഗദ്ദാഫി അതീവ ശ്രദ്ധാലുവായിരുന്നു. പതിവായി ഉറങ്ങുന്ന സ്ഥലങ്ങൾ മാറ്റിക്കൊണ്ടേയിരുന്നു. അദ്ദേഹം യാത്ര ചെയ്യുന്ന സമയത്ത് മറ്റ് വിമാനങ്ങൾക്കൊന്നും യാത്രാനുമതി നൽകിയിരുന്നില്ല. പാശ്ചാത്യരായ അംബാസിഡർമാരെയും നയതന്ത്രജ്ഞരെയും ഒന്നും ഗദ്ദാഫിക്ക് തീരെ വിശ്വാസമില്ലായിരുന്നു. തന്റെ സുരക്ഷയ്ക്കായി ആമസോൺ ഗാർഡ്സ് എന്നറിയപ്പെടുന്ന സുന്ദരിമാരും കന്യകമാരുമായ പെൺപടയെ തന്നെ അദ്ദേഹം നിയമിച്ചു. മാന്യതയുടെ മുഖംമൂടി അണിഞ്ഞിരുന്നുവെങ്കിലും ഗദ്ദാഫിക്കെതിരെ ബലാത്സംഗം ഉൾപ്പെടെ ഒട്ടേറെ ലൈംഗിക അതിക്രമങ്ങൾ ആരോപിക്കപ്പെട്ടിരുന്നു. 1969 ഗദ്ദാഫി അൽ നൂരി എന്ന സ്ത്രീയെ വിവാഹം കഴിച്ചു. അതിൽ അവർക്കൊരു മകനും ഉണ്ടായി. എങ്കിലും ആ ബന്ധം അധികകാലം നീണ്ടു നിന്നില്ല. 1 വർഷത്തിനുള്ളിൽ തന്നെ അവർ വേർപിരിഞ്ഞു. പിന്നീട് സഫിയ ഫർക്കാഷ് എന്ന ഒരു നഴ്സായി ജോലി നോക്കിക്കൊണ്ടിരുന്ന ഒരു സ്ത്രീയെ അദ്ദേഹം വിവാഹം കഴിച്ചു. പ്രണയബദ്ധരായി ഗദ്ദാഫിയുടെ മരണം വരെ ആ ബന്ധം തുടർന്നു. ആ ബന്ധത്തിൽ അവർക്ക് 7 കുട്ടികളും ഉണ്ട്. അമേരിക്ക, ഇസ്രായേൽ തുടങ്ങിയ മിക്ക രാജ്യങ്ങളുമായും പല കാര്യങ്ങളുമായും ഇടഞ്ഞു നിന്ന ഗദ്ദാഫി അത്തരം രാജ്യങ്ങളെ ഒക്കെയും ശത്രുക്കളാക്കി മാറ്റി. മാത്രമല്ല ആ സമയത്ത് തീവ്രവാദം പ്രോത്സാഹിപ്പിച്ചിരുന്ന രാജ്യങ്ങളുമായും സംഘടനകളുമായും ഒക്കെ ഗദ്ദാഫി നല്ല ബന്ധം സ്ഥാപിക്കുകയും അവരെയൊക്കെ കൈയയച്ച് സഹായിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. ആഭ്യന്തരമായും ആഗോളപരമായും ഗദ്ദാഫിക്കെതിരെ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കപ്പെട്ടു. 2011 ടുണീഷ്യൻ വിപ്ലവകാലത്ത് തന്റെ ജനപിന്തുണ നഷ്ടമാകും എന്ന് ഭയന്നിട്ട് ഭക്ഷ്യവിലകൾ കുറച്ചും ചില ഇസ്ലാമിക തടവുകാരെയൊക്കെ വിട്ടയച്ചുമൊക്കെ ചില ജനപ്രീണന നയങ്ങളൊക്കെ ഗദ്ദാഫി സ്വീകരിച്ചു. അതൊന്നും വിലപ്പോയില്ല. പ്രതിഷേധങ്ങൾ രാജ്യമെങ്ങും അഗ്നിയായി ആളിപ്പടർന്നു.